ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗരങ്ങളെ, ഇന്ന് രാത്രി വിശ്രമിക്കുന്നതിന് മുമ്പ് വളരെ പ്രത്യാശ നൽകുന്ന, നമ്മളെ പെട്ടെന്നൊന്ന് സ്ട്രോങ് ആക്കുന്ന സൂപ്പർ പവർഫുൾ ആയ ഒരു വചനം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാണ്. പഴയ നിയമത്തിൽ ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം എടുക്കണം, 44 അധ്യായം. തീർച്ചയായിട്ടും വായിച്ചിട്ടുള്ള ഒരു വചനഭാഗമായിരിക്കും. കർത്താവ് മാത്രം ദൈവം, കർത്താവിൻ്റെ ആ ഏകത്വത്തെക്കുറിച്ച് പറയുന്ന, സ്പെഷ്യാലിറ്റിയെക്കുറിച്ച് പറയുന്ന ഒരു അധ്യായമാണ്. അതിനകത്ത് വളരെ പർട്ടിക്കുലർ ആയിട്ട് എന്നോടും നിങ്ങളോടും ഈശോ ഭയപ്പെടേണ്ടെന്ന് വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് പിതാവിൻ്റെ ഒരു സ്നേഹം തരുന്ന, ഒരു പ്രൊട്ടക്ഷൻ, സംരക്ഷണമൊക്കെ തരുന്ന ഒരു ഭയങ്കര പവർഫുൾ ആയ ഒരു വചനമാണ്. നിങ്ങളത് വായിച്ചിട്ട് വേണം ഇന്ന് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. ഏശയ്യാ 44 അതിൻ്റെ 1-2 വാക്യങ്ങൾ ഒരുമിച്ച് വായിക്കാം. ഐസിയ 44 വേഴ്സ് 1 and 2. എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലേ, കേൾക്കുക. നിന്നെ സൃഷ്ടിക്കുകയും ഗർഭപാത്രത്തിൽ നിനക്ക് രൂപം നൽകുകയും നിന്നെ സഹായിക്കുകയും ചെയ്യുന്ന കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത ജഷ്റൂനെ, നീ ഭയപ്പെടേണ്ട. ഡു നോട്ട് ബി അഫ്രൈഡ്. ഇന്ന് രാത്രിയിൽ എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഭയത്തിലൂടെ, സങ്കടങ്ങളിലൂടെ, ലൈഫിലെ വലിയൊരു ക്രൈസിസിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടാണ് ഇന്ന് കിടക്കാൻ പോകണമെങ്കിൽ, ഈശോ വചനത്തിലൂടെ എന്നോടും നിങ്ങളോടും ഇനി കടന്നു പോകുന്ന ക്രൈസിസിൽ കർത്താവ് അടുത്ത് വന്ന് പറയുന്ന ഒരു വചനമായിട്ട് ഇത് ഏറ്റെടുത്ത്, ഡു നോട്ട് ബി അഫ്രൈഡ്. എൻ്റെ പ്രിയപ്പെട്ട മോനെ, എൻ്റെ പ്രിയപ്പെട്ട മോളെ, നീ ഭയപ്പെടണ്ട. ആ വചനമൊക്കെ എടുത്ത് ഹൃദയത്തിലേക്ക് എടുക്കണം. എൻ്റെ ദാസനായ യാക്കോബേ, മീൻസ് യുവർ മൈൻ, എൻ്റെ സ്വന്തമാണ് നീ. ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലെ, കേൾക്കുക. ഞാൻ നിന്നെ ചൂസ് ചെയ്തിട്ടുണ്ട്, നീ എൻ്റെതാണ്. ഇന്നത്തെ ഒരു സങ്കടം ചിലപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയതിൻ്റെ ആയിരിക്കാം, നിങ്ങളുടെ കൂടെ ഇന്ന് ആരും ഇല്ലാതിരുന്ന ഒരു സങ്കടമായിരിക്കാം. നിങ്ങളെ മാറ്റി നിർത്തി, നിങ്ങളെ അവോയ്ഡ് ചെയ്തു, നിങ്ങളെ ആ ഗ്രൂപ്പിൽ നിന്ന് ചിലപ്പോൾ ഡിസ്മിസ് ചെയ്തു, ചിലപ്പോൾ ഒറ്റപ്പെടുത്തി നിങ്ങളെ കരയിപ്പിച്ചിട്ടുണ്ടാകാം. ഈശോ പറയാണ്, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ കുഞ്ഞൻ. നിങ്ങൾ നിങ്ങളുടെ പേരൊക്കെ അവിടെ ചേർത്ത് വായിക്കണം കേട്ടോ. ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ കുഞ്ഞാണ് നീ. എന്നിട്ട് കർത്താവ് പറയാണ്, എൻ്റെ പ്രിയപ്പെട്ടവനെ, എൻ്റെ പ്രിയപ്പെട്ടവളെ, നീ ഭയപ്പെടണ്ട. അവർ മാറ്റി നിർത്തട്ടെ, അവർ കരയിപ്പിക്കട്ടെ, അവർ തെറ്റിദ്ധരിക്കട്ടെ, അവർ ഒറ്റ കൊടുക്കട്ടെ. യു ഡോ നോട്ട് ബി അഫ്രൈഡ്. നിനക്കിപ്പോൾ ഇന്ന് ഇത് ചെയ്ത് തീർക്കാൻ പറ്റില്ല, നാളെ ഇത് ചെയ്യണം, നിനക്ക് അറിയില്ല എന്നാ ചെയ്യേണ്ടതെന്ന്, നിനക്ക് പേടിയുണ്ട്, എങ്ങനെ ഇത് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് അറിയില്ല, കുറച്ചുകൂടെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, ഒരു ധൈര്യം ഉള്ളിലില്ല. കർത്താവ് പറയാണ്, ഡു നോട്ട് ബി അഫ്രൈഡ്, ഭയപ്പെടണ്ട, എൻ്റെതാണ്, ഞാൻ തിരഞ്ഞെടുത്താണ്. ആ വചനത്തിൻ്റെ 2ാം ഭാഗം ശ്രദ്ധിക്കണേ. നിന്നെ സൃഷ്ടിക്കുകയും ഗർഭപാത്രത്തിൽ നിനക്ക് രൂപം നൽകുകയും നിന്നെ സഹായിക്കുകയും ചെയ്യുന്ന കർത്താവ് അരുളി ചെയ്യുന്നു. ഐ സെഡ് ഇൻ ദ ബിഗിനിങ്, ഭയങ്കര പവർഫുൾ ആയൊരു വചനമാണെന്ന് പറഞ്ഞത് ഇതാണ്. ഈ ഒരു ഭാഗം എനിക്ക് വളരെയധികം ഹൃദയത്തോട് ഇഷ്ടപ്പെട്ട, നിന്നെ സഹായിക്കുകയും ചെയ്യുന്ന കർത്താവ്. എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളില്ല, ഈ പ്രൊജക്റ്റ് തീർക്കാൻ, ഈ കാര്യങ്ങളൊന്ന് ക്രമപ്പെടുത്താൻ, ഈ കുടുംബത്തിൻ്റെ കാര്യം മുമ്പോട്ട് നയിക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ നാളെ തീർക്കേണ്ട ഒരു കാര്യം എനിക്ക് പൂർത്തിയാക്കാൻ എന്നെ സഹായിക്കാൻ ആരുമില്ല. ചിലപ്പോൾ ഇന്ന് രാത്രി കരഞ്ഞിട്ടുണ്ടാകാം, ഇന്ന് പകൽ വിഷമിച്ചിട്ടുണ്ടാകാം. ഈശോയെ ഒരു ഹെൽപ്പ് തരാൻ, ഒന്ന് ഉപദേശിക്കാൻ, ഒന്ന് ഗൈഡ് ചെയ്യാൻ, ഒരു കൈസഹായത്തിന് ഒരാളെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, കർത്താവ് പറയാണ്, അവരല്ല ഞാൻ, നിന്നെ സഹായിക്കുന്ന ഞാൻ നിന്നോട് പറയുന്നു, ഭയപ്പെടണ്ട. ആ വചനത്തിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഇതിനെ കാണണേ. 8ാമത്തെ വാക്യം 44-8, ഭയപ്പെടണ്ട, ധൈര്യം അവലംബിക്കുക. ഭയപ്പെടണ്ട, ധൈര്യമായിട്ടിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, നമുക്ക് നമ്മുടെ ലൈഫ് ഇങ്ങനെ ഒത്തിരി സങ്കടങ്ങൾ, വേദനകളൊക്കെ വന്നേക്കാം. ചിലപ്പോൾ നമുക്കിതൊക്കെ ഭയങ്കര മീനിങ്ലെസ് ആയിട്ട് തോന്നിയ എന്തോരം സഹനങ്ങളാണ്, എന്തോരം വിഷമങ്ങളാണ്. കർത്താവ്, ഇതെന്നെ ഈ ജീവിതം ഇങ്ങനെ. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഒന്നും പേടിക്കണ്ട. ഈശോ തിരഞ്ഞെടുത്ത, ഈശോ ജീവൻ നൽകിയ, ഈശോ രൂപപ്പെടുത്തിയ ഒരു കുഞ്ഞാണ് നീ. പേടിച്ച് നിൽക്കല്ല്, ഭയപ്പെട്ട് നിൽക്കല്ല്, വിഷമിച്ച് നിൽക്കല്ല്. ഇതൊക്കെ വരും, ഭയപ്പെടുത്തുന്ന, വിഷമിപ്പിക്കുന്ന, സങ്കടപ്പെടുന്ന, ടെൻഷൻ അടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ വരും. പക്ഷെ അതിൻ്റെ മുകളിൽ നിന്നെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഈശോയുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറയണം, ധൈര്യമായിട്ടിരിക്കാൻ, ഞാനിവിടെ ഉണ്ടെന്ന്. കാറ്റടിക്കട്ടെ, കോള് വരട്ടെ, വള്ളത്തിലേക്ക് വെള്ളം ഇരച്ച് കയറട്ടെ, പക്ഷെ അമരത്ത് കർത്താവുണ്ട്. ആ കർത്താവ് കുഞ്ഞിനോട് പറയാണ്, ഡോണ്ട് ബി അഫ്രൈഡ്. ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇത് ഹൃദയത്തിൽ ഈശോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, ധൈര്യമായിട്ടിരിക്കും, ധൈര്യമായിട്ടിരിക്കും, ഭയപ്പെടേണ്ടെന്ന്. ഇന്ന് രാത്രി നിങ്ങൾ കാണുന്ന സ്വപ്നത്തിൽ ഈശോ വന്ന് നിൽക്കട്ടെ. എല്ലാം ഈശോയിലാണ്, ജീവിതം മുഴുവൻ ഈശോയിലാണ്. കർത്താവിൽ നമ്മുടെ ജീവിതം മുഴുവൻ പ്രതിഷ്ഠിക്കുന്നതിനെ കുറിച്ചൊക്കെ പൗലോസിലെ പറയുന്നില്ലേ, നമ്മൾ അവന് വേണ്ടിയിട്ടൊക്കെയാണ് ജനിച്ചതെന്ന് കൊളോസോസ് ലേഖനത്തിലൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ജീവിതം ലോകം തരുന്ന അർത്ഥങ്ങളോ, ലോകം തരുന്ന ഭീഷണികളോ, ലോകം നിങ്ങളുടെ മുമ്പിൽ ഒരുക്കുന്ന, മനുഷ്യർ നിങ്ങളുടെ മുമ്പിൽ ഒരുക്കുന്ന വിഷമങ്ങളോ, വെല്ലുവിളികളോ ഒന്നുമല്ല. നിങ്ങൾ ഈശോയ്ക്ക് വേണ്ടി ജനിച്ചവരാണ്, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ ഈശോ ബാക്കി കാര്യം നോക്കിക്കോളും. അത്ര പ്രത്യാശ ഉള്ളിലോട്ട് നിറയണം. എൻ്റെ കർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കിക്കോളും. ഞാൻ ധൈര്യമായിരിക്കും, ഞാൻ പേടിക്കത്തില്ല. എനിക്ക് രൂപം നൽകിയ, എന്നെ സഹായിക്കുന്ന, എനിക്ക് ജീവൻ നൽകിയ എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട്, എന്നെ ഈശോ നയിച്ചോളും. ഈ പ്രത്യാശയോടെ എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളിൽ നിന്ന് കടന്നുറങ്ങ്. നാളെ ധൈര്യമായിട്ട് എഴുന്നേക്ക്. ലെറ്റ്സ് ഫേസ് ടുമോറോ. ഒറ്റയ്ക്കല്ല, ഈശോയുടെ കൂടെ നാളത്തെ ദിവസം നമുക്ക് കാണാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈശോയുടെ സമാധാനവും ശാന്തിയും ശക്തിയും നിങ്ങളെ മുന്നോട്ട് നയിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.